അവന്റെ അമൽ അല്ലാഹു പരിശോധിക്കുന്ന നേരത്തെ അയൽവാസി വന്ന് പറയും, തഫ്തഹു റഹ്മതക യാ ബഅബ റഹ്മതിക യാ റബ്ബി, തഫ്തഹു ലഹു ബഅബ റഹ്മതിക യാ റബ്ബി. പടച്ചവനെ, ഇവന് നീ നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണോ? ഹഅദാ അഗ്ലക ബാബഹു ദൂനി, എനിക്കൊരു പ്രയാസമുള്ള കാലത്ത് എന്റെ ഭാഗത്തേക്കുള്ള വാതിൽ അടച്ചവനാണ് അവനെ. അപ്പോൾ ഒരുപാട് സുന്നത്തും അമലുമുള്ള ഈ മനുഷ്യന്റെ കാലിന് അല്ലാഹു ചങ്ങലക്കിട്ട് അവന്റെ അമൽ വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഹദീസ് ഒന്നും കൂടി പറയാ. ഈ ഹദീസിന്റെ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പ്രശ്നം? മര്യാദയില്ലായ്മ. ചിന്തിക്ക്. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ വാതിൽ ഇയാൾക്ക് തുറന്നു കൊടുക്കുകയാണോ? എനിക്കൊരു പ്രയാസം വന്ന കാലത്ത്, എനിക്ക് പ്രയാസമാണെന്ന് മനസ്സിലായ കാലത്ത് എന്റെ ഭാഗത്തേക്കുള്ള വാതിലും ജനലും അടച്ചവനാണ് അവന്. അവൻ അന്ന് കഴിവുണ്ടായിരുന്നു, ഞാൻ അന്ന് പ്രയാസത്തിലുമായിരുന്നു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവര് അയൽവാസിയെ ദ്രോഹിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. ദ്രോഹിച്ചാലോ ഈമാൻ കമ്മിയുണ്ട്. ദ്രോഹിച്ചാൽ ഈമാൻ കമ്മിയായി. ചിന്തിക്കുക. വളരെ ചിന്തിക്കണം. ബാക്കിയൊക്കെ മനുഷ്യന്റെ സൗകര്യങ്ങൾക്കനുസരിച്ചാണ്. എല്ലാ മാസവും മജ്‌ലിസിനൂർ ഉണ്ടോ? ഉണ്ട്. നല്ല കാര്യമാണ്. ഒരാൾ എല്ലാ ദിവസവും ചെല്ലും, അതും നല്ല കാര്യമാണ്. അല്ല, മാസത്തിലുണ്ട്. ഇവിടെ മാസത്തിലുണ്ട്. ഇൻഡിവിജ്വലായി ഓരോരുത്തരും ഓരോ ദിവസവും മജ്‌ലിസിനൂർ ചെല്ലുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ബദരീങ്ങളെ കാവലുണ്ടാവും. പ്രത്യേകമായ ഒരു വിഭാഗമാണ് ബദരീങ്ങൾ. അല്ലാഹു ദറജ കൊടുക്കട്ടെ. ഒരാൾക്ക് പണിയും തിരക്കും കച്ചവടമാണ്. അവൻ ആ മാസത്തിനൊരു മജ്‌ലിസിനൂർ കൂടുന്നല്ലാതെ അതിനപ്പുറമൊന്നും ചെയ്യാൻ അവന് നേരല്ല. ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല, അതിലൊന്നും തെറ്റില്ല. എന്നിട്ടാണ്. പക്ഷെ അയൽവാസിയെ ദ്രോഹിച്ചാൽ അവൻ ഈമാൻ നഷ്ടപ്പെടും. അല്ലാഹു കാക്കട്ടെ. ചിന്തിക്കുക. വളരെ ചിന്തിക്കണം. ചിന്തിക്കുക. നേരെ മറിച്ച് മേമ്പടികൾ ഒരാൾ ചെയ്തില്ലെങ്കിൽ ഈമാൻ ഒന്നും നഷ്ടപ്പെടുകയില്ല. ചെയ്ത് നല്ലതാണ്, നേരില്ല, ചെയ്തില്ല, കുഴപ്പമില്ല. പക്ഷേ ഈമാനുള്ളവൻ അയൽക്കാരനെ ദ്രോഹിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അയൽക്കാരനെ ദ്രോഹിക്കണം. അയൽക്കാരൻ കൃഷ്ണനാണ്. കൃഷ്ണന്റെ വീടാണ് അയൽക്കാരന്റെ വീട്. കൃഷ്ണനെ ദ്രോഹിച്ചാൽ നിനക്ക് എന്തുണ്ടാവില്ല? പറയും, എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താവും? നരകത്തിൽ ഖിയാമത്ത് നാളിൽ എന്നൊന്നും പാർക്കേണ്ടി വരും. എന്തുണ്ടായിട്ടില്ലെങ്കിൽ പറയും. ഈമാൻ ഉണ്ടായാൽ അല്ലാഹു, ഈമാൻ ഇല്ലെങ്കിൽ അല്ലാഹു ഈമാൻ നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അയൽവാസി ആരാണ്? അയൽവാസി ആരാണ്? കൃഷ്ണനാണ്. അയൽവാസി ആരാണ്? തോമസ് ആണ്. അയൽവാസി ആരാണ്? നിരീശ്വരവാദിയ കമ്മ്യൂണിസ്റ്റാണ്. അത് ആരോ ആയിക്കോട്ടെ, ഇന്നാളെ ആകാൻ പാടുന്നു അല്ലാഹുവിന്റെ കൽപ്പനയില്ലല്ലോ. ഇന്നാളെ വീട്ടിന്റെ പരിസരത്ത് മാത്രമേ വീട് വെക്കാൻ പാടുന്നു നിയമമുണ്ടോ? പറയും മനുഷ്യന്മാരെ. മുസ്ലിമാവും, ചിലപ്പോ മുസ്ലിമാവും. സ്വഹാബികൾ തന്നെ, പല സ്വഹാബികളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ അയൽവാസിയായിരുന്നു 13 കൊല്ലം. ആര്? കൊടിയ മുശ്രിക്കായ ആര്? അബൂ ലഹബ്. പറയാനുള്ളത് വളരെ ചിന്തിക്കണം. നമ്മൾ ചെല്ലാനും പറയാനും ഒക്കെ ഉഷാറാണ്. ഉംറക്ക് പോകാൻ ഉഷാറാണ്. പക്ഷേ ഉംറക്ക് പോകാൻ ഉഷാറാണ്, ഹജ്ജിന് പോകാൻ ഉഷാറാണ്. പക്ഷെ തൊട്ടടുത്ത അയൽവാസിയോട് പോയിട്ട് ഒന്നും പറയൂല. എന്റെ കാര്യം പിശാച് നമ്മുടെ മേൽ അധികാരം നേടി. ഇതൊരു നിസ്സാരമായ കാര്യമാണെന്ന് വിചാരിക്കരുത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അയൽവാസിയെ ദ്രോഹിക്കുന്നവൻ ഈമാൻ ഉണ്ടാവുകയില്ല. ഇനി നേരെ തിരിച്ചു വന്നാൽ من مات فأثنى عليه 4 من أهل أبيات جيرانه فقالوا ما رأينا منه إلا خيرا فيقول الله أنا غفرت له إن الله برئ من محمد مصطفى من مات വർത്തമാനം പറയല്ലേ. ആണും പെണ്ണും
ഇങ്ങോട്ട് ചെയ്യാൻ നോക്കണം. മൻമാത്ത, ഒരു മനുഷ്യൻ മരിച്ചു പോയി. അപ്പോൾ അവനെ പ്രശംസിച്ചു ആര്? അവന്റെ പരിസരത്തെ 4 വീട്ടുകാർ, അവനെ തൊട്ട് 4 പുരക്കാരും അവനെ പ്രശംസിച്ചു കൊണ്ടിരുന്നു. മൻമാത്ത, ഒരു മനുഷ്യൻ മരിച്ചു. നിങ്ങൾ എന്നെ അർത്ഥം പറയും, ഉമർ വിസക്കാർക്ക് അർത്ഥം പറയാൻ കഴിയും ഇതിനൊക്കെ. നിങ്ങൾ അങ്ങനെ മുട്ടന്മാരൊന്നുമല്ല, കാഞ്ഞ 2 തരക്കാര് കുറച്ചൊക്കെ അങ്ങ് തിരിയും. മൻമാത്ത, ഒരു മനുഷ്യൻ മരിച്ചു. അപ്പോൾ അവന്റെ മേൽ പ്രശംസിച്ചു അവന്റെ പരിസരത്തുള്ള 4 വീട്ടുകാരെങ്കിലും പ്രശംസിച്ചു. അപ്പുറത്ത് കൃഷ്ണന്റെ വീടുണ്ട്, അവര് പറഞ്ഞു, പ്രശംസിച്ചു പറഞ്ഞു. ഇപ്പുറത്ത് യശോദ ചേച്ചിന്റെ വീടുണ്ട്, അവരും പ്രശംസിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? നല്ലതല്ലാത്ത എന്തെങ്കിലും കാര്യമായാൽ നമുക്ക് ഇന്ന് വരെ ചെയ്തിട്ടില്ല, നാം അനുഭവിച്ചിട്ടില്ല. മിൻഹു, അവനിൽ നിന്ന്, ഇല്ല ഖൈറൻ, ഖൈറല്ലാതെ. മനസ്സിലായില്ല? നാം അവനിൽ നിന്ന്, അയാളിൽ നിന്ന് ഖൈറല്ലാത്തൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പുറത്തെ മോമൊക്കെ പറഞ്ഞു, അപ്പുറത്തെ കൃഷ്ണന്റെ പുരക്കാരും പറഞ്ഞു. 4 പുരക്കാർ പറഞ്ഞാൽ യഖൂലുല്ലാഹ്, യഖൂലുല്ലാഹ്, ആര് പറയും? അല്ലാഹു പറയും, കാന ഫീഹി, എന്നോടുള്ള ഇടപാടിൽ ചില കമ്മിയൊക്കെ അവന് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ അവൻ ദ്രോഹിക്കാത്തത് കൊണ്ട് ഒഫർത്തുലഹു, ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഓന്റെ നിസ്കാരക്കാരനായിട്ട് അയൽവാസിന്റെ പുറത്തു കൊടുത്തിട്ടുണ്ട് നല്ല പറയാ. അയൽവാസിയോട് നല്ലത് കാര്യം ചെയ്ത കാരണമായിട്ട് അവന്റെ ആരാധനയിലെ കമ്മികൾ ഞാൻ പുറത്തു കൊടുത്തു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഇപ്പൊ പുറത്തത് എന്താണ്? പുറത്തത് അയൽവാസിയെ ദ്രോഹിച്ചതല്ല പുറത്തത്, അയൽവാസിയെ ദ്രോഹിച്ചിട്ടില്ല. പുറത്തത് എന്താ? അയൽവാസിയോട് നല്ലത് ചെയ്തത് കാരണം ആരാധനയിലെ കമ്മികൾ അള്ളാഹു അവന് പുറത്തു കൊടുത്തു. അള്ളാഹു പറയും, കാന ഫീഹി, ചില കമ്മിയൊക്കെ അവന് ഉണ്ടായിരുന്നു. നിങ്ങളോടൊക്കെ നല്ല നിലപ്പ് നടന്നിട്ട് എന്നോട് ലേശം കമ്മിയൊക്കെ അവന് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട്? അയൽവാസികൾ എന്റെ സാക്ഷികളാണ്. സാക്ഷി നല്ലത് പറഞ്ഞാൽ ജഡ്ജിക്കുന്ന നല്ലത് വിധിക്കുകയല്ലാതെ നിർവാഹമില്ല. അയൽവാസികൾ എന്റെ സാക്ഷികളാണ്. ഒരു മനുഷ്യനെ പറ്റി അവന്റെ അയൽവാസികൾ എന്റെ സാക്ഷികളാണെന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അയൽവാസികളായ സാക്ഷികൾ പറഞ്ഞു, നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. 4 പുരക്കാർ, തൊട്ടടുത്ത 4 പുരക്കാർ പറഞ്ഞാൽ യഖൂലുല്ലാഹ് കാന ഫീഹി, ചില അബദ്ധങ്ങളെല്ലാം അവനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്ര കഴിയും, എത്ര കഴിയും. മുഅ്മിനെ ചിന്തിക്കണം, ഇസ്ലാമിന്റെ മര്യാദ. وإنك لعلى صلاة عظيمة എന്ന ആയത്ത് وإنك لعلى خلق عظيم, മഹാ സ്വഭാവമാണ് അങ്ങേക്ക് നബിയേ, മുഹമ്മദ് നബിയേ, മുത്ത് നബിയേ. അങ്ങയുടെ സ്വഭാവം വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് നബിയേ, മുഹമ്മദ് നബിയേ. അങ്ങയുടെ സ്വഭാവം വല്ലാത്ത സ്വഭാവം തന്നെയാണെന്ന് അള്ളാഹു പ്രശംസിച്ചു. ആരെ? പുണ്യ റസൂൽ മുസ്തഫ. അള്ളാഹു തആല അവിടുത്തെ ദറജ കൊടുക്കട്ടെ. അവിടുത്തെ ഹഖ് ബറക്കത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കൂ, ഇത് വളരെ വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. കൊല്ലം നിർബന്ധമല്ല, നല്ലതാണ്. പക്ഷെ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കാൻ നിർബന്ധമാണ്. ചിന്തിക്കൂ. എത്രയെത്ര ആളുകളാണ് അന്ത്യനാളിൽ അയൽവാസികളാൽ ബന്ധിതരാകുന്നത്. വലിയ ആബിദീങ്ങൾ, വലിയ 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 കോജന്മാരായി നടന്നിരുന്നവര്, വലിയ കൂട്ടരായി നടന്നിരുന്നവര്. പക്ഷെ മഹ്ശറിലെത്തിയപ്പോൾ അയൽവാസി കാരണമായി അല്ലാഹു തആല അവരുടെ കാലിന് ചങ്ങലയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത്? അവന്റെ അമൽ അല്ലാഹു പരിശോധിക്കുന്ന നേരത്തെ അയൽവാസി വന്ന് പറയും, തഫ്തഹു റഹ്മതക യാ ബാബ റഹ്മതിക യാ റബ്ബി, തഫ്തഹു ലഹു ബാബ റഹ്മതിക
സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണോ? എനിക്കൊരു പ്രയാസമുള്ള കാലത്ത് എന്റെ ഭാഗത്തേക്കുള്ള വാതിൽ അടച്ചവനാണ് അവനെ. അപ്പോൾ ഒരുപാട് സുന്നത്തും അമലുമുള്ള ഈ മനുഷ്യന്റെ കാലിന് അള്ളാഹു ചങ്ങലക്കിട്ട് അവന്റെ അമൽ വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഹദീസ് ഒന്നും കൂടി പറയാ. ഈ ഹദീസിന്റെ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പ്രശ്നം? മര്യാദയില്ലായ്മ. ചിന്തിക്ക്. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ വാതിൽ ഇയാൾക്ക് തുറന്നു കൊടുക്കുകയാണോ? എനിക്കൊരു പ്രയാസം വന്ന കാലത്ത്, എനിക്ക് പ്രയാസമാണെന്ന് മനസ്സിലായ കാലത്ത് എന്റെ ഭാഗത്തേക്കുള്ള വാതിലും ജനലും അടച്ചവനാണ് അവന്. അവൻ അന്ന് കഴിവുണ്ടായിരുന്നു, ഞാൻ അന്ന് പ്രയാസത്തിലുമായിരുന്നു. ഞാനന്ന് പ്രയാസത്തിലായിരുന്നു, അവനൊന്നല്ല ഞാമ്പത്തുള്ള സമയവും. ഗൾഫിലെ കച്ചവടം, അവിടെയും കച്ചവടം, ഇവിടെയും കച്ചവടം, നല്ല കച്ചവടമുള്ള സമയമാണ് അവന്. ഗൾഫിൽ ഒരാഴ്ച നിന്നാൽ പിന്നെ നാട്ടിൽ 4 മാസം നിൽക്കും. അവിടെയും കച്ചവടക്കാർ, അവിടെ സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ ആളുകളുണ്ട് രാവും പകലും. എന്താണ് ഗൾഫിലെ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് ഇവിടെ വീട്ടിലിരുന്ന് കാണാനുള്ള എല്ലാവിധ CCTVയും എല്ലാ ടിവിയും എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഗൾഫിൽ ഒരാഴ്ച തൻ്റെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി നിന്നാൽ പിന്നെ ഒരു 6 മാസം അവിടെ തന്നെ നിൽക്കും, പിന്നെ ഒരാഴ്ച അവിടെ നിൽക്കും, പിന്നെ 6 മാസം അവിടെ നിൽക്കും. അങ്ങനെ റിട്ടയർമെന്റ് പോലെ ലാഭം വാങ്ങി നിൽക്കുന്ന കാലത്താണ് എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ചത്. എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ നേരെ ഗൾഫിലേക്കടെ പോയി. എന്നോട് പറഞ്ഞു, ഗൾഫിൽ കച്ചവടത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ 6 മാസത്തിന് വന്നതെന്നില്ല. പിന്നെ കല്യാണം, നിശ്ചയവും കല്യാണവും പിന്നെ സൽക്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് വന്നത്. അവൻ്റെ ഭാര്യ എനിക്ക് ഒരു 2,000 രൂപ കൊണ്ടുവന്ന് തരുകയും ചെയ്തു. അതിൻ്റെ അപ്പുറമൊന്നും ഉണ്ടായില്ല. അവനെ കാര്യമായ എന്തെങ്കിലും എനിക്കൊക്കെ ചെയ്തു തരാൻ ചെയ്യാവുന്നൊരു കാലമായിരുന്നു. ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നു, ചെയ്യുകയും ചെയ്യാം. പക്ഷേ അന്നും വാതിലടച്ചു പോയി. അവനാണോ നീ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് എന്ന് അയൽവാസി അള്ളാഹുവോട് ചോദിക്കുകയും ഈ മനുഷ്യന്റെ ആ അയൽവാസി ഇത്ര വലിയ ആളായിട്ട് പോലും അവന്റെ കാലിന് അള്ളാഹു ചെങ്ങലക്കിടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ആരും ചെയ്യൂല. എന്നാലും ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരും സഹായിക്കാൻ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അള്ളാഹു തലക്കാക്കട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞൊക്കെ ഉദാഹരണം. അപ്പൊ എന്താ അവിടെ വിഷയം? ദീൻ എന്നാൽ എന്താ? മര്യാദ. ദീൻ എന്നാൽ എന്താ? മര്യാദ. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് എന്നെ നിയോഗിക്കപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്റെ മതം എന്താ? സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം. അപ്പൊ ഇസ്ലാം മതം എന്താ? സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം. അതിന്റെ മേലെ സൽസ്വഭാവം ഇല്ല. അതാണ് ദീൻ മുഹമ്മദി. അതാണ് ദീൻ മുഹമ്മദ്. എന്താ എന്താ ولم يدانوه في علمه ولا كرمه مولاي صل وسلم دائما ابدا فاق النبيين في خلق وفي خلق. സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ഏത് നബിയുടെയും മേലെയാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ സൽസ്വഭാവമുള്ള ഒരു നബി വേറെയില്ല. എന്നാൽ എല്ലാ നബിമാർക്കും സൽസ്വഭാവമല്ലേ ഉണ്ട്. പക്ഷെ ഫാഖൻ നബീന, എല്ലാ നബിമാരുടെയും മേലെയാണ് സൽസ്വഭാവത്തിൽ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ആ നബിയുടെ അനുയായി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക. അനാവശ്യമായ ബേജാറുകളെ ഒഴിവാക്കുക. എല്ലാവരും ബേജാറാണ്. എന്തിനും ബേജാറാണ്. മുഅ്മിനീങ്ങൾക്ക് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുഅ്മിനീങ്ങൾക്ക് ബേജാറുണ്ടാവില്ല. ചിന്തിക്കണം. മുഅ്മിനായ മനുഷ്യന് ബേജാറുണ്ടാവുകയില്ല. എന്തുകൊണ്ട്? റബ്ബിൽ അവന് അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കും. ഭൗതികമായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ ചെയ്യും.
കൃഷി അവൻ നടത്തൂല, നടക്കും. പക്ഷെ കൃഷി ഉണങ്ങിപ്പോയാലോ അവന് ബേജാറില്ല. എന്തുകൊണ്ട്? റസാഖ് കൃഷിയല്ല, റസാഖ് അല്ലാഹു ആണ് എന്ന് അവൻ ഉറപ്പുണ്ടായിരിക്കും. ഭൗതികവാദിയോ? ഭൗതികവാദി ഭൗതിക കാര്യങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. സൽസ്വഭാവത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി എന്നെ നിയോഗിക്കപ്പെട്ടു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ. അല്ലാഹുവിലും അന്ത്യനാളിൽ വിശ്വാസമുള്ളവരെ നല്ലത് തൊള്ള തുറന്നാ പറഞ്ഞാ മതി. ഔലിയസ്മത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ രണ്ടാമത്തെ നിയമം, നേരത്തെ അയൽവാസിയെ ദ്രോഹിക്കാൻ പാടില്ല. അപ്പൊ അതേപോലത്തെ ഒരു വാക്ക്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾക്ക് അല്ലാഹുവിന്റെ അന്ത്യനാളിലും ഈമാൻ ഉണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, വായി തുറന്നാ എന്ത് പറയണം? നല്ലത് പറയണം. നല്ലത് പറയുന്നില്ലെങ്കിലോ ഔലിയസ്മത്ത്, മിണ്ടരുത്, മിണ്ടണ്ട. മിണ്ടൽ വെള്ളിയാണെങ്കിൽ മിണ്ടാതിരിക്കൽ സ്വർണ്ണമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞത്? മിണ്ടൽ വെള്ളിയാണെങ്കിൽ മിണ്ടാതിരിക്കൽ സ്വർണ്ണമാണ്. ഇദാ കാനൽ കലാമു മിൻ ഫില്ലത്തിൻ ഫസ്സുഖൂത്ത് മിൻ ദഹബ്. കണ്ടതിന് മുഴുവനും കേറി വർത്താനം പറയുന്നത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം എന്നാൽ അവന് ആവശ്യമില്ലാത്ത വിഷയത്തിൽ അവൻ ഇടപെടാതിരിക്കലാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ വെച്ച് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടുന്നുള്ളതാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്തിലും ഇടപെടും. അതവനെ അറിയില്ല, എന്നാലും ഇടപെടും. എന്തിലും ഇടപെടും. ഒരാളെ ഇടപെടാത്തൊരു വിഷയം ഇപ്പൊ ഉണ്ടാവും. എന്തും ഇടപെടും. എന്തിലിടപെടും. ചിന്തിക്കും. നിങ്ങൾ നാളെ രാവിലെ നിങ്ങളുടെ നാട്ടിലെ ഒരു കാര്യം, ഒരു ഫത്വ അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്ക് പോയി എന്ന് സങ്കല്പിക്കും. സമസ്ത പ്രസിഡന്റായ പണ്ഡിതനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് ഒരു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനൊരു ഫത്വ കിട്ടണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, അത് എഴുതി തരി, അടുത്ത ആഴ്ച ഫത്വ കമ്മിറ്റിയിലുണ്ട്, ഞാൻ ഫത്വ കമ്മിറ്റി വെച്ചിട്ട് തീരുമാനമുണ്ടാക്കി നിങ്ങൾക്ക് അയക്കാം, ഓഫീസിൽ നിന്ന് അയക്കും, നിങ്ങളതുവരെ ക്ഷണിച്ചിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങളുടെ നാട്ടിലെ വിഷയമല്ല, തങ്ങളോട് പോയി പറഞ്ഞാൽ തങ്ങൾ അത് എഴുതി വാങ്ങും. എന്താ നിങ്ങളെ പ്രശ്നം? മസലയിൽ ഫത്വ കിട്ടും. ഓ, എന്നാൽ ഫത്വ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട് മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, ഞാൻ അതിൽ ഇതും വെക്കാം, എന്നിട്ട് എല്ലാവരും കൂടി തീരുമാനമുണ്ടാക്കി സമസ്ത ഓഫീസിൽ നിങ്ങൾക്ക് ലെറ്റർ അയക്കും. ഇതേ വാക്ക് നിങ്ങൾ പിറ്റേന്ന് രാവിലെ ആ പീഡിയപുരം പോയി പറയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ശ്രദ്ധിക്ക്. നിങ്ങളത് ഈ വിഷയം ഇപ്പൊ കബർ പൊളിച്ച സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാൻ പാടുണ്ടോ, കബർ പൊളിച്ചിട്ട് പള്ളി നീട്ടാൻ പാടുണ്ടോ ഇല്ലേ, ഒരു മസാല തങ്ങളോട് പോയി ചോദിച്ചാൽ തങ്ങൾ ഒരാഴ്ച പറയാൻ പറയും. ഇത് നിങ്ങൾ പിറ്റേന്ന് രാവിലെ നിങ്ങളെ കാഞ്ഞിരാട്ടറ എന്താ പറയാ, കാഞ്ഞിരാട്ടറ ചായപ്പീടികയിൽ നാളെ രാവിലെ പോയി പറഞ്ഞാലോ, ആയിരിക്കുന്നവൻ ഒരു ഫത്വ പറയും, അപ്പുറത്ത് ചായ കുടിച്ചിരിക്കുന്നവൻ വേറെ ഫത്വ പറയും, മറ്റവൻ വേറെ ഫത്വ പറയും. മനസ്സിലായില്ല? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ പോയിട്ട് നമ്മളെ പിന്നെ എന്താ പറയാ, ഹൗന്ന് പൊളിച്ച് നീട്ടി പള്ളിൻ്റെ കുറച്ച് കബറിൻ്റെ ഏരിയയിലേക്ക് പള്ളി നീട്ടിയിട്ട് കബർ എൻ്റെ അവിടെ പള്ളി നീട്ടി പള്ളി എടുക്കാൻ പാടുണ്ടോ എന്നൊരു ഫത്വക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങളടുത്ത് പോയി ചെന്ന് പറഞ്ഞാൽ തങ്ങൾ പറയും, നിങ്ങൾക്ക് പറയേണ്ട വിഷയം കൃത്യമായി എഴുതി തന്നാൽ അടുത്ത ആഴ്ച ഫത്വ കമ്മിറ്റി കൂടി തീരുമാനം ഉണ്ടാക്കിയിട്ട് സമസ്ത ഓഫീസിൽ നിന്ന് നിങ്ങളെ പള്ളിയിലെ പ്രസിഡന്റിന് എൻ്റെ പേരിൽ സെക്രട്ടറി പേരിൽ കത്ത് വരും എന്ന് പറയും. തങ്ങൾ ഒത്തു പറയില്ല. അതേ വിഷയം നിങ്ങൾ പിറ്റേന്ന് രാവിലെ കാഞ്ഞിരാട്ട ചായപ്പൊടി പോയി പറഞ്ഞാൽ അവിടെ ചായ കുടിച്ചിരിക്കുന്നവൻ ഒരു ഫത്വ പറയും, ചായം പുട്ടും കുടിച്ച് അപ്പുറത്തിരിക്കുന്നവൻ വേറെ ഫത്വ പറയും, മനോരമ പത്രം ഇങ്ങനെ പൊന്നിച്ച് പിടിച്ചുകൊണ്ട് വായിക്കുന്നവൻ വേറെ ഫത്വ പറയും, അപ്പുറത്ത് മോട്ടോർ സൈക്കിൾ ഇങ്ങനെ പൗതിയാക്കിയിട്ടിങ്ങനെ ലായിലാഹായി പോവാണോ നിൽക്കാണോ എന്ന് വിചാരിച്ചവൻ വേറെ ഫത്വ പറയും. മനസ്സിലായോ പറഞ്ഞത്? അരിപ്പവനറിയോ ഫത്വ. ഇത് ഒരു മനുഷ്യന്റെ മോശമാണ് മുഹമ്മദ് മുസ്തഫ. അതവന്റെ വിഷയമല്ല, അതിലവൻ ഇടപെടാൻ പാടില്ല.
മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗി എന്നാൽ തർക്കുഹു മാ ലാ യഅനീഹി, അവന് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ ഇടപെടാൻ പാടില്ല. അതാണ് ഒരു മനുഷ്യന്റെ സൗന്ദര്യം. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം ഒന്നാവും പകരം ദിക്റിൽ നടക്കലോ അവന്റെ നെറ്റിമ്മൽ ഇത്ര വലിയ താങ്കുണ്ടാകലോ അല്ല. മനസ്സിലാണോ പറഞ്ഞത്? പിന്നെ ഇസ്ലാമിക സൗന്ദര്യം മാന്യതയാണ്. എന്തേ? അത് നമ്മൾ പറയേണ്ട വർത്താനല്ല, അതിവിടെ ആലിമീങ്ങൾ പറയും. അത് അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തീരുമാനിക്കട്ടെ. അത് തീരുമാനിച്ചു ആലിമീങ്ങൾ. പിറ്റേന്ന് രാവിലെ ഒരാഴ്ച കഴിഞ്ഞ് സമസ്തയുടെ ഓഫീസിൽ നിന്ന് കത്ത് വന്നു, അതാണ് വിഷയം. ഇനി ഒരു വർത്താനമില്ല, ഇനി ബാക്കി അവരും അവരും തമ്മിൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ ആരോട് ചോദിക്കുക? പറയും പണ്ഡിതം മനുഷ്യന്മാരെ ആരോട് ചോദിക്കാം? പണ്ഡിതന്മാരോട് ചോദിച്ച് പത്ത് പറയേണ്ടത് ആരാ? ആലിമീങ്ങൾ. അവർ പത്ത് പറഞ്ഞു, നീ മുന്നേ കഴിഞ്ഞു. എന്താ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മാന്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാത്ത കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത്? ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം എന്നാൽ നെറ്റിയിൽ വലിയ താഴ്പ്പുണ്ടാകലല്ല, രാവും പകലും പുറപ്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 പ
എന്നാൽ അവന് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ, അവനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ, അവന്റെ അറിവ് പറ്റിക്കാത്ത കാര്യങ്ങളിൽ അവൻ ഇടപെട്ട് സംസാരിക്കാതിരിക്കുകയാണ്. അവിടെയാണ് എന്ത് പറഞ്ഞത്? ഇതാക്കാനിൽ കലാമും സംസാരം വെള്ളിയാണെങ്കിൽ പറ, മിണ്ടാതിരിക്കൽ സ്വർണ്ണമാണ്. പടച്ചവൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്ക്. قال لقمان لابنه يا بني إذا افتخرت الناس بكلامهم فافتخر بسكوتك. ജനങ്ങൾ അവരുടെ സംസാരം കൊണ്ട് മേനി നടിക്കുമ്പോൾ നീ മൗനം കൊണ്ടാണ് മേനി നടിക്കേണ്ടത് എന്ന് മഹാനായ ലുഖ്മാൻ സ്വന്തം മോനെ ഉപദേശിച്ചു. അലൈഹിസ്സലാം സയ്യിദ്നാ ലുഖ്മാൻ 114 കൂടെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? 114 സൂറത്തിൽ ഒരു സൂറത്ത് ലുഖ്മാന്റെ പേരിലാണല്ലോ, സൂറത്ത് ലുഖ്മാൻ. ഖാല ലുഖ്മാനു ലിബ്നിഹി, സയ്യിദ്നാ ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞു, ഇദാ ഇഫ്തഖറത്തിൻ നാസു ബികലാമിഹിം വഅൻത തഫ്തഖിർ ബിസുകുതിക. മകനെ, മോനെ, നാട്ടുകാർ അവരുടെ സൗന്ദര്യം, അവരുടെ സംസാരം കൊണ്ട് മേനി നടിച്ച് നടക്കുമ്പോൾ നീ നിന്റെ മൗനം കൊണ്ടാണ് മേനി നടിക്കേണ്ടത്. സംസാരത്തെക്കാൾ വിലയുള്ളതാണ് എന്ത്? മൗനം. എനിക്കറിയാത്ത കാര്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുക. ലോകത്ത് അള്ളാഹു എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത പുണ്യ റസൂൽ വളരെ കുറഞ്ഞ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പുണ്യ റസൂൽ കുറഞ്ഞ വർത്താനം പറയുള്ളൂ. ചിന്തിക്കണം. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി വല്ലാതെ വർത്തമാനം പറയുകയില്ല. കാന ഖലീലൽ കലാം, വളരെ കുറഞ്ഞ ഹബീബ് മിണ്ടുകയുള്ളൂ. മുഹമ്മദ് മുസ്തഫ വളരെ കുറഞ്ഞ മിണ്ടുള്ളൂ, അല്ലാതെ വർത്തമാനം പറയില്ല. ഇദാ തകല്ലമ അദ്ദഹു അദ്ദുൻ, വർത്തമാനം പറഞ്ഞാലോ പദങ്ങൾ എണ്ണാൻ നിൽക്കുന്ന ഒരാൾക്ക് എണ്ണാൻ കഴിയും, അത്ര വർത്തമാനം പറയുള്ളൂ. മുഹമ്മദ് മുസ്തഫ ചെറപറ അങ്ങനെ റസൂൽ വർത്തമാനം പറയില്ല. മുഹമ്മദ് മുസ്തഫ ഇദാ അദ്ദഹു അദ്ദുൻ, ഒരാൾക്ക് എണ്ണണമെന്ന് തോന്നിയാൽ അദ്ദ, ഒരാൾക്ക് എണ്ണണമെന്ന് തോന്നിയാൽ എണ്ണാം, അത്ര വർത്തമാനം പറയുള്ളൂ. ഏത് വിഷയത്തിൽ റസൂൽ അത്ര വാക്കേ പറയുള്ളൂ. മുഹമ്മദ് മുസ്തഫ ദായിമ സംതി, മിക്കവാറും മൗനിയായിരിക്കും. മുഹമ്മദ് മുസ്തഫ ദായിമൽ ഫിക്ര, നിത്യം മിക്കവാറും ചിന്തിച്ചിരിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. ചിരിക്കുകയാണെങ്കിലും അട്ടഹസിച്ച് നബി ചിരിക്കാറില്ല. നബിയുടെ ചിരി പുഞ്ചിരിയാണ്. ചിരിക്കേണ്ട അടുത്ത റസൂലുള്ളാഹ് പുഞ്ചിരിക്കും.
മുഹമ്മദ് മുസ്തഫ. ഇതാ അല്ലാഹി തബസ്സമ, മര്യാദയാണ് മുഹമ്മദ് മുസ്തഫ. ഓരോ സലാത്തിൽ സലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ചിന്തിക്കുക, ഖുറൈശികൾ അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ കിട്ടാത്തത് കൊണ്ട് മുഹമ്മദിന്റെ കുടുംബത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല ബനു ഹാഷിമിനും ബനു മുത്തലിബിനും ഇനി അങ്ങാടിയിൽ നിന്ന് പണം കൊണ്ടുവന്നാൽ പോലും സാധനം കൊടുക്കരുതെന്ന് പറഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി മുത്ത റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെതിരെ. മനസ്സിലായില്ലേ? ആ ഉപരോധം കുറച്ചു കാലം നീണ്ടു നിന്നു. ഖുറൈശികളിലെ പിള്ളേർ തന്നെ ഉപരോധം നീക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അത്രയും വലിയ മാന്യനാണ് ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇവിടെ വില എന്തിനാണുള്ളത്? മാന്യതക്കാണ്. എന്താണ് എന്ത് കാര്യത്തിന് പരിഹാരം? മാന്യതയാണ്. ഇതിലെല്ലാം ഉണ്ട്, ഇതിലെന്തും ഉണ്ട്. എന്താ പരിഹാരം? മാന്യത. ഇന്നലെ വരെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ്? മാന്യത. ഇന്നത്തെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്? മാന്യത. മാന്യത. മാന്യനെ അല്ലാഹു സംരക്ഷിക്കും. മാന്യനെ വലിച്ചെറിയാൻ ആർക്കും കഴിയില്ല. മാന്യത ചെയ്യുക. പക്ഷേ ഇന്ന് ആരാധനക്ക് നമ്മൾ ഉഷാറാണ്, മാന്യതയില്ല. ബാപ്പയോട് മര്യാദ പുലർത്താൻ നമ്മൾ തയ്യാറല്ല. പണ്ഡിതനൊരു ബാധ്യതയുണ്ട്. പണ്ഡിതന്മാർ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം. അപ്പോഴത്തിന് അവരെ മേക്കിട്ടത്. നിലവിൽ വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യയാകെ അല്ലാഹു പ്രശ്നങ്ങളെ പരിഹരിച്ചു തരട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിലുള്ള അഹരിമീങ്ങൾ എന്ത് പറഞ്ഞു? കേരളീയ സാഹചര്യത്തിൽ പെണ്ണുങ്ങൾ റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിക്കരുത്, അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. വരുമ്പോൾ നോക്കാം, വരുമ്പോൾ വരുന്ന നിയമം ഉണ്ടാവും. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. തൽക്കാലം നിങ്ങൾ റോട്ടിലിറങ്ങി കേരളീയ സാഹചര്യത്തിൽ ഇപ്പോൾ റോട്ടിലിറങ്ങി മുദ്രാവാക്യം പെണ്ണുങ്ങൾ വിളിക്കരുത്. വൈകുന്നേരമായ പെണ്ണുങ്ങൾ റോട്ടിലിറങ്ങി കയ്യും മുട്ടി മുഷ്ടിയും ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് റോട്ടിലൂടെ നടക്കരുത്. ആര് പറഞ്ഞു? മാനായ ജിഫിരി മുത്തുക്കോയ തങ്ങളടക്കം ആരുമെല്ലാം പറഞ്ഞു. ഈ ഉള്ളവരും പറഞ്ഞു. അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വന്ന വിടുവായത്തങ്ങൾക്കും കളിയാക്കലുകൾക്കും ആക്ഷേപങ്ങൾക്കും ചീത്തങ്ങൾക്കും കയ്യുമണക്കില്ല. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ലേ? പറഞ്ഞ മനസ്സിലാക്കില്ലേ? അങ്ങനത്തെ സാഹചര്യം വന്നാലോ അപ്പം നോക്കാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാതെ അല്ലാഹു കാക്കട്ടെ. ശത്രു ഇതാ ഇറങ്ങുകയാണ് എന്ന നിലക്ക് ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ കൊതിക്കരുതേ. ശത്രുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകരുത്. ഒരു കൊതി. നിങ്ങൾ എന്ത് വിചാരിക്കണം? ഇല്ല, അതൊന്നും ഇവിടെ നടക്കൂല, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ കൊതിച്ച് നടക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഇദാ ലഖീതും ഫസ്ബിറൂ. ശത്രുവിനെ കണ്ടുമുട്ടിയാലോ അപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ സത്യത്തിന്റെ കൂടെ ക്ഷമിച്ച് നിലകൊള്ളുകയും വേണം. കണ്ടുമുട്ടാതെ തന്നെ കണ്ടുമുട്ടാൻ വേണ്ടി കൊതിച്ച് നടക്കുന്നത് എന്തിന്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കുക. ഇത് ആലിമീങ്ങൾ പറയണല്ലോ, ദീനി പ്രഭാഷകൻ പറയണല്ലോ. പക്ഷെ മേക്കട്ടെ നീന്തിക്ക്. إذا ظهرت البدع فسكت العالم فعليه لعنة الله. ദുരാചാരങ്ങൾ രീതികൾ നാട്ടിൽ അധികരിക്കുന്നു. പണ്ഡിതന്മാർ മൗനം തീർച്ചയായും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പെണ്ണുമരുമല്ലേ, അപ്പോൾ അനുസരിക്കട്ടെ. ആലിമീങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ. ലാ യുത്ബഉ ഫീഹിൽ അലീം. ആലിമീങ്ങൾ പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല, അനുസരിക്കുകയില്ല. ആ കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുമ്പേർ ദുആ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. നേരത്തെ അബ്ദൽ സായി നബി ദുആ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ. ഏതാണ് ആ കാലം? അന്ന് ആലിമീങ്ങൾ പറഞ്ഞാൽ ആരും അനുസരിക്കൂല. ആലിമീങ്ങൾ പറയണ്ടേ? നാട്ടിൽ തോന്നിയ ഉണ്ടാവുമ്പോൾ പറയണോ വേണ്ടേ? നിങ്ങൾ പറയണോ വേണ്ടേ? പറയണം. അനുസരിക്കാതെ എന്ത് ചെയ്യും?
അപ്പൊ അള്ളാന്റെ വള പറഞ്ഞു. അള്ളാന്റെ വളവ് പല നിലക്കും ഇറങ്ങാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ശരിക്ക്